9000 വർഷങ്ങൾക്ക് മുൻപ് സൗത്തേൺ മെക്സിക്കോയിലെ ആദിവാസി കർഷകർ ടിയോസിൻ്റെ എന്നൊരു കാട്ടുചെടി കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നു. ഈ ചെടിയിൽ ഉണ്ടാകുന്ന കായിലെ കുരുവിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഈ കുരു അല്ലെങ്കിൽ കേണൽസ് ചൂടാക്കിയാൽ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ ചെടി വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകം കൾട്ടിവേറ്റ് ചെയ്തെടുത്തുണ്ടാക്കിയ പോപ്കോൺ ആണ് ഇന്ന് ലോകത്തിലെ എല്ലാ തിയേറ്ററുകളിലും വീടുകളിലും ആളുകൾ ആസ്വദിച്ച് കഴിക്കുന്നത്. പോപ്കോൺ കേണൽസ് അല്ലെങ്കിൽ കുരുവിൻ്റെ പുറം ഭാഗം ഒരു കട്ടിയുള്ള ഷെല്ലാണ്. ഈ ഭാഗത്തെ പെരികാർപ്പ് എന്ന് പറയുന്നു. ഇത് ഉള്ളിലുള്ള ഭാഗങ്ങളെ ഈർപ്പം കടക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഉള്ളിലുള്ള ഈ ഭാഗമാണ് എൻഡോസ്പേം. ഇതിൽ ഭൂരിഭാഗവും സ്റ്റാർച്ചും കുറച്ച് വെള്ളവും കുറച്ച് ഓയിലുമാണുള്ളത്. ഇനി നമ്മൾ പോപ്കോൺ ചൂടാക്കുമ്പോൾ ഉള്ളിലെ വെള്ളം നീരാവിയാകാൻ തുടങ്ങും. ഔട്ടർ ഷെൽ കട്ടിയുള്ളത് കാരണം ഈ നീരാവിക്ക് പുറത്തു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഉള്ളിലെ പ്രഷർ കൂടാൻ തുടങ്ങുന്നു. ഉള്ളിലെ പ്രഷർ കാരണം സ്റ്റാർച്ച് ഒരു ജെല്ല് പോലെയുള്ള സബ്സ്റ്റൻസ് ആയി മാറുന്നു. ഇപ്പോൾ നമ്മുടെ പോപ്കോൺ ഒരു പ്രഷർ കുക്കർ പോലെയാണ്. ഇങ്ങനെ പ്രഷർ കൂടിക്കൂടി ഏകദേശം 135 PSI ആകുമ്പോൾ ഔട്ടർ ഷെല്ലിന് ഇത് താങ്ങാൻ പറ്റാതെയാകും. അപ്പോൾ പോപ്കോൺ പൊട്ടിത്തെറിക്കുന്നു. നല്ല രുചിയുള്ള ശബ്ദം. പോപ്കോൺ പൊട്ടിത്തെറിക്കുമ്പോൾ അതിൻ്റെ വലിപ്പം 30 മുതൽ 40 മടങ്ങ് വരെ ആകുന്നു. ഇനി നിങ്ങൾക്ക് ഒരു സമ്മാനം നേടാനുള്ള അവസരം പറയാം. ഈ വീഡിയോയുടെ ഫുൾ വീഡിയോ ഈ ചാനലിൽ കാണാൻ കഴിയും. ആ വീഡിയോയിൽ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യത്തിന് ശരിയുത്തരം കമൻ്റായി ഇടുന്ന ഒരാൾക്ക് 500 രൂപയുടെ ആമസോൺ പ്രൊഡക്റ്റ് സമ്മാനമായി അയച്ചു തരുന്നതാണ്.